ഹലോ എവരി വൺ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് എന്നുള്ള സബ്ജക്റ്റ് ആണ്. സോ ഡിജിറ്റൽ ഇലക്ട്രോണിക്സിന്റെ സബ്ജക്റ്റിലെ ഫസ്റ്റ് സെഷൻ ആണ് നമ്മൾ ഇന്ന് കവർ ചെയ്യുന്നത്. സോ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന സിലബസ് ഇതാണ്. നമ്മുടെ സിലബസിനെ കുറിച്ച് ഒന്ന് പറയുകയാണെങ്കിൽ ഇതാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന സിലബസ്. സോ നമ്മൾ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് എന്നുള്ള ഒരു സെഷൻ നമുക്കിവിടെ കാണാം. അതിൽ ഡാറ്റ റെപ്രസെന്റേഷൻ എന്നുള്ളൊരു പാർട്ടിലാണ് നമ്മൾ ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് എന്നുള്ള സബ്ജക്ട് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. സോ നിങ്ങൾ കണ്ടോ, ഇതിന്റെ സിലബസ് നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ സിലബസിൽ വരുന്നത് എന്താണ് നമ്പർ സിസ്റ്റം, ബൈനറി നമ്പർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്, റെപ്രസെന്റേഷൻ ഓഫ് ഇൻഡിജേഴ്സ്, റെപ്രസെന്റേഷൻ ഓഫ് ഫ്രാക്ഷൻസ്, അതുപോലെ ഒക്ടൽ സിസ്റ്റം, ഹെക്സാഡെസിമൽ റെപ്രസെന്റേഷൻ, കൺവേർഷൻ ഫ്രം വൺ സിസ്റ്റം ടു അനദർ, റെപ്രസെന്റേഷൻ ഓഫ് BCD നമ്പേഴ്സ്, സിമ്പിൾ അരിത്തമെറ്റിക് ഓപ്പറേഷൻസ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മളെ കമ്പ്യൂട്ടർ സയൻസിലെ ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് എന്നുള്ള പാർട്ടിൽ നമുക്ക് സിലബസിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ടോപ്പിക്സ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഫണ്ടമെന്റൽ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമുക്ക് ഡിജിറ്റൽ ഇലക്ട്രോണിക്സിൽ പഠിക്കാനുള്ളത്. അപ്പൊ ആദ്യം ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് എന്നുള്ള സബ്ജക്റ്റിനെ കുറിച്ച് ഞാനൊന്ന് പറയാം. ഓക്കെ, അപ്പോൾ എന്താണ് ഡിജിറ്റൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം. ഡിജിറ്റൽ ഡാറ്റയും അനലോഗ് ഡാറ്റയും എന്താണെന്ന് അറിയാം. അപ്പോൾ ഡിജിറ്റൽ ആയിട്ടുള്ള ഇൻഫർമേഷൻസിന്റെ റെപ്രസെന്റേഷൻ ആണ് ശരിക്കും ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ സിലബസിൽ തന്നെ 4 വ്യത്യസ്തമായ നമ്പർ സിസ്റ്റംസ് പറയുന്നുണ്ട്. അതിലൊന്ന് ബൈനറി, ഒന്ന് ഒക്ടൽ, ഒന്ന് ഹെക്സാഡെസിമൽ, ഒന്ന് നമ്മുടെ നോർമൽ എണ്ണൽ സംഖ്യകളായ ഡെസിമൽ. അങ്ങനെ നമുക്ക് 4 നമ്പർ സിസ്റ്റംസ് ഉണ്ട്. ആ 4 നമ്പർ സിസ്റ്റം എങ്ങനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നു, എങ്ങനെ ഒരു സിസ്റ്റത്തിൽ നിന്ന് വേറെ സിസ്റ്റത്തിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യുന്നു, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് നമ്പർ സിസ്റ്റം എന്നുള്ള പാർട്ടിൽ കവർ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിന്റെ ബേസിക്സിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യത്തിൽ സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ എന്താണ് ഒരു നമ്പർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ? നമ്പർ സിസ്റ്റം ഇസ് എ ബേസിസ് ഫോർ കൗണ്ടിങ് വേരിയസ് ഐറ്റംസ്. നമ്മൾ ഡിഫറെന്റ് വേയിലൂടെ കൗണ്ടിങ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതിന് എന്ത് പറയാം? നമ്പർ സിസ്റ്റം എന്ന് പറയാം. സോ ദ നമ്പർ സിസ്റ്റം ഈസ് എ സിസ്റ്റം ഓഫ് നെയിമിംഗ് ഓർ റെപ്രസെന്റിങ് നമ്പേഴ്സ്. അപ്പോ നമ്പേഴ്സിനെ നെയിം ചെയ്യാം അല്ലെങ്കിൽ റെപ്രസെന്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നമ്പർ സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് നമ്മൾ നെയിം ചെയ്യുക, റെപ്രസെന്റ് ചെയ്യുക എന്നൊക്കെ നമുക്ക് നോക്കാം. സോ ഇറ്റ് ഈസ് ദി മാത്തമാറ്റിക്കൽ നൊട്ടേഷൻ ഫോർ റെപ്രസെന്റിങ് നമ്പേഴ്സ് ഓഫ് എ ഗിവൺ സെറ്റ് യൂസിങ് ഡിജിറ്റ്സ് ഓർ അതർ സിംബൽസ് ഇൻ എ കൺസിസ്റ്റന്റ് മാനർ. ഓക്കെ, അപ്പൊ നമുക്ക് ഏതൊക്കെ ടൈപ്പ് നമ്പർ സിസ്റ്റംസ് ഉണ്ടെന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കാം. അപ്പൊ നിങ്ങൾ ഇവിടെ നോക്കൂ, നമ്പർ സിസ്റ്റത്തിന്റെ ക്ലാസിഫിക്കേഷൻസ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് നമ്പർ സിസ്റ്റത്തിനെ ബൈനറി നമ്പർ സിസ്റ്റം എന്ന് പറയാം. ബൈനറി നമ്പർ സിസ്റ്റം എന്ന് പറയുമ്പോൾ അതിന് 2 നമ്പേഴ്സ് ആണ് നമുക്കിവിടെ പോസിബിൾ ആവുന്നത്, ഒന്നെങ്കിൽ 0 അല്ലെങ്കിൽ 1. അപ്പൊ നമുക്ക് ജനറലി പറയാം ഒരു ബൈനറി നമ്പർ സിസ്റ്റത്തിന്റെ ബേസ് എന്ന് പറയുന്നത് 2 ആണ്. ഇപ്പൊ ബേസ് അല്ലെങ്കിൽ റാഡിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൽ എത്ര പോസിബിൾ റെപ്രസെന്റേഷൻസ് ഉണ്ട്? 2 നമ്പർ റെപ്രസെന്റേഷൻസ് ഇവിടെ പോസിബിൾ ആണ്, ഒന്നെങ്കിൽ 0 അല്ലെങ്കിൽ 1. ഇപ്പൊ 0യും 1ഉം മാത്രം അടങ്ങിയിരിക്കുന്ന സിസ്റ്റമാണ് ബൈനറി നമ്പർ സിസ്റ്റം. അപ്പൊ ശരിക്കും നിങ്ങൾക്ക് അറിയാം, നമ്മുടെ കമ്പ്യൂട്ടേഴ്സ് ഒക്കെ റീഡ് ചെയ്യുന്നത് 1സും 0സും ആയിരിക്കും. അതായത് നമ്മൾ കമ്പ്യൂട്ടറിൽ ഇപ്പോൾ എ എന്നുള്ള ഒരു കീവേഡ് ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ ആ എ എന്നുള്ള കീവേഡിനെ കമ്പ്യൂട്ടേഴ്സ് ചെയ്യുന്നത് 1സും 0സും ആക്കി മാറ്റും. അപ്പൊ കമ്പ്യൂട്ടർ എന്ന് പറയുന്ന മെഷീന് റീഡബിൾ ആയിരിക്കുന്നത് ബൈനറി നമ്പർ സിസ്റ്റത്തിലെ 1സും 0സും മാത്രമാണ്. അപ്പൊ നമ്മൾ ഇനി പഠിക്കാൻ പോകുന്ന ഒക്ടൽ നമ്പർ സിസ്റ്റം ആണെങ്കിലും ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റം ആണെങ്കിലും ഡെസിമൽ നമ്പർ സിസ്റ്റം ആണെങ്കിലും നമുക്ക് ഈ സിസ്റ്റത്തിനൊക്കെ ബൈനറിയിലാക്കി ആക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്രൈറ്റീരിയ ആണ്. അപ്പോൾ ഇതിനൊക്കെ ബൈനറി റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്രൈറ്റീരിയ ആണ്. അപ്പോൾ ബൈനറി നമ്പർ സിസ്റ്റത്തിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ബൈനറി നമ്പർ സിസ്റ്റം അതിന്റെ ബേസ് എന്ന് പറയുന്നത് 2 ആണ്. 2 ബേസിക് നമ്പേഴ്സ് ഇവിടെ പോസിബിൾ ആണ്, 0യും 1ഉം അല്ലെ. ഇനി രണ്ടാമത്തെ നമ്പർ സിസ്റ്റം നിങ്ങൾ നോക്കൂ. രണ്ടാമത്തെ നമ്പർ സിസ്റ്റം ആണ് ഡെസിമൽ നമ്പർ സിസ്റ്റം. ഡെസിമൽ നമ്പർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മളെ നോർമൽ ആയിട്ടുള്ള എണ്ണൽ സംഖ്യകളാണ് ഡെസിമൽ നമ്പർ സിസ്റ്റം. 0 1 2 3 4 5 6 7 8 9 ഇങ്ങനെ 10 നമ്പേഴ്സ്. ആ 10 നമ്പേഴ്സിന്റെ ഡിഫറെന്റ് കോമ്പിനേഷൻസ് നമുക്കിവിടെ പെർഫോം ചെയ്യാൻ പറ്റും. ഇതിനാണ് നമ്മൾ ഡെസിമൽ നമ്പർ സിസ്റ്റം എന്ന് പറയുന്നത്.
ഇപ്പൊ ഡെസിമൽ നമ്പർ സിസ്റ്റത്തിന്റെ ബേസ് അല്ലെങ്കിൽ റാഡിക്സ് എന്ന് പറയുന്നത് 10 എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? 10 ഡിഫറെന്റ് നമ്പേഴ്സ് ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട്. മൂന്നാമത്തെ നമ്പർ സിസ്റ്റം ആണ് ഒക്ടൽ നമ്പർ സിസ്റ്റം. ഒക്ടൽ എന്നുള്ള വേർഡ് നമുക്കറിയാം 8. അപ്പൊ ഒക്ടൽ നമ്പർ സിസ്റ്റത്തിൽ നോർമലി ഉണ്ടാവുന്നത് 8 നമ്പേഴ്സ് ആണ്. 0 1 2 3 4 5 6 7. 8 എന്നുള്ള നമ്പർ ഇല്ല, 0 തുടങ്ങി 7 അവസാനിക്കും അല്ലെ, 0 to 7. അപ്പൊ ഇതാണ് നോർമലി ഒരു ഒക്ടൽ നമ്പർ സിസ്റ്റത്തിന്റെ പ്രത്യേകത. അപ്പൊ ഒക്ടലിൽ നമ്മൾ എണ്ണുകയാണെങ്കിൽ 0 1 2 3 4 5 6 7. 8 ഇല്ല, വീണ്ടും 1 0 1 1 1 2 1 3 1 4 1 5 1 6 1 7. 8 ഇല്ല, 18 ഇല്ല, വീണ്ടും 20 21 22 23 24 25 26 27. അപ്പൊ ഇങ്ങനെ 1 തൊട്ട് 7 വരെയുള്ള നമ്പേഴ്സിന്റെ ഡിഫറെന്റ് കോമ്പിനേഷൻസ് മാത്രമേ നമുക്ക് ഒക്ടൽ നമ്പർ സിസ്റ്റത്തിൽ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ഒക്ടൽ നമ്പർ സിസ്റ്റത്തിന്റെ ബേസ് അല്ലെങ്കിൽ റാഡിക്സ് എന്ന് പറയുന്നത് 8 ആണ്. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള നമ്പർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റം ആണ്. ഹെക്സാഡെസിമൽ. അപ്പൊ എന്താണ് ഒരു ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റം? ഒരു ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ അതിന്റെ ബേസ് എന്ന് പറയുന്നത് 16 ആണ്. 16. അപ്പൊ 16 ഡിഫറെന്റ് നമ്പേഴ്സ് ഉണ്ടാവും അല്ലെ. ഇപ്പൊ നിങ്ങൾ നോക്കൂ, 0 1 2 3 4 5 6 7 8 9. എ ബി സി ഡി ഇ എഫ്, ഇങ്ങനെ 16 വ്യത്യസ്തമായ നമ്പേഴ്സ് ഉണ്ടായിരിക്കും. അപ്പൊ എന്താണ് എ? 10 എന്നുള്ള നമ്പറിനെയാണ് എ റെപ്രസെന്റ് ചെയ്യുന്നത്. 11 ബി, 12 സി, 13 ഡി, 14 ഇ, 15 എഫ്. അപ്പൊ ഇതിനെയാണ് നമ്മൾ ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റം എന്ന് പറയുന്നത്. ഇത് ബേസിക്കലി നമ്മുടെ നമ്പർ സിസ്റ്റത്തിന്റെ ഏറ്റവും ഫണ്ടമെന്റൽ ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ നമ്മളിപ്പോ പറഞ്ഞിരിക്കുന്നത് നമ്പർ സിസ്റ്റത്തിനെ 4 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ബൈനറി ബേസ് 2, ഡെസിമൽ ബേസ് 10, ഒക്ടൽ ബേസ് 8, ഹെക്സാഡെസിമൽ ബേസ് 16. വെരി വെരി ഇമ്പോർട്ടന്റ് അല്ലെ. അപ്പൊ നമുക്കത് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടൊന്ന് പരിശോധിക്കാം. നമുക്കൊന്ന് പരിശോധിക്കാം. അപ്പൊ ആദ്യം നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള നമ്പർ സിസ്റ്റം ഡെസിമൽ നമ്പർ സിസ്റ്റം ആണ്. സോ ഡെസിമൽ നമ്പർ സിസ്റ്റം ഈസ് എ റാഡിക്സ് 10 നമ്പർ സിസ്റ്റം ഓർ ബേസ് 10 നമ്പർ സിസ്റ്റം അല്ലെ. അപ്പോ നിങ്ങൾ നോക്കൂ, there are 10 different digits or symbol അല്ലെ. സോ ദീസ് ആർ 0 1 2 3 4 5 6 7 8 9. ഇതാണ് ഡെസിമൽ നമ്പർ സിസ്റ്റത്തിൽ പോസിബിൾ ആവുന്ന നമ്പർ. അപ്പൊ സാധാരണ എണ്ണൽ സംഖ്യകൾ 9 കഴിഞ്ഞാൽ പിന്നെ 10 11 12 13 14. ഇത് ശരിക്കും 10 എന്ന് പറയുമ്പോൾ വൺസും സീറോസും വെച്ച് നമ്മൾ ഓൾറെഡി യൂസ് ചെയ്യുന്ന സിമ്പൽ വെച്ചിട്ട് തന്നെയല്ലേ നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പൊ 10 വ്യത്യസ്തമായ ഡിജിറ്റ് അല്ലെങ്കിൽ സിമ്പിൾസ് യൂസ് ചെയ്യുന്നതിനെ നമുക്ക് ഡെസിമൽ നമ്പർ സിസ്റ്റം എന്ന് പറയാം. അപ്പൊ നമുക്ക് ഇവിടെ ഒരു കോമൺ എക്സാമ്പിൾ പറയാം. ഡെസിമൽ നമ്പർ സിസ്റ്റത്തിന്റെ ഒരു കോമൺ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ നമ്മളിപ്പോ ഒരു നമ്പർ എടുക്കുകയാണ് 5678.9. ഈ 5678.9 എന്നുള്ള നമ്പറിനെ നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? 5000 പ്ലസ് 600 പ്ലസ് 70 പ്ലസ് 8 പ്ലസ് 0.9 റെപ്രസെന്റ് ചെയ്തൂടെ? അപ്പൊ എങ്ങനെയത് 5000 ആയത്? 5678 5000 എന്ന് പറഞ്ഞാൽ 5 into 10 to the power 3. 10 to the power 3 എന്ന് പറഞ്ഞാൽ 5 into 1000 അല്ലെ. ഇതോ 6 into 10 to the power 2, അതായത് 6 into 100. 7 into 10 to the power 1, 70. 8 into 10 to the power 0, അത് 8 തന്നെയാണ്. 9 into 10 to the power -1. ഇതാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുക അല്ലെ. അപ്പൊ നമുക്ക് നോർമലി എങ്ങനെ നമ്മുടെ പോയിന്റ് റെപ്രസെന്റ് ചെയ്യാം? 5678.9 എന്നുള്ള നമ്പറിനെ നമുക്ക് ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാം. 5678.9. ഈ 5ന്റെ പൊസിഷണൽ വെയിറ്റ് എന്ന് പറയുന്നത് 10⁻3. 6ന്റെ പൊസിഷണൽ വെയിറ്റ് എന്ന് പറയുന്നത് 10⁻2. 7ന്റെ പൊസിഷണൽ വെയിറ്റ് എന്ന് പറയുന്നത് 10⁻1. 8ന്റെ പൊസിഷണൽ വെയിറ്റ് എന്ന് പറയുന്നത് 10⁻0. 9ന്റെ പൊസിഷണൽ വെയിറ്റ് എന്ന് പറയുന്നത് 10⁻−1 അല്ലെ. അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു 5678.9 എന്നുള്ള നമ്പറിനെ ഈസി ആയിട്ട് റെപ്രസെന്റ് ചെയ്യാം. ഈ സിസ്റ്റത്തിനാണ് നമ്മൾ ഡെസിമൽ നമ്പർ സിസ്റ്റം എന്ന് പറയാം. അപ്പോ ഈ നമ്പർ സിസ്റ്റത്തിന്റെ ഏറ്റവും ലെഫ്റ്റിലുള്ള നമ്പറിനാണ് ഏറ്റവും ഹൈയസ്റ്റ് വെയിറ്റ് വരുന്നത് അല്ലെ. ഇതാണല്ലോ അതിന്റെ ലെഫ്റ്റിലുള്ള നമ്പർ. ലെഫ്റ്റിലുള്ള നമ്പർ 5 ആയതുകൊണ്ട്
ഇതിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഇതിന്റെ 5 എന്നുള്ള നമ്പറാണ് ലെഫ്റ്റ് സൈഡിൽ വരുന്നത്. സോ ഇതിന്റെ പൊസിഷണൽ വെയിറ്റ് എന്ന് പറയുന്നത് 10⁻³ ആണ്. അപ്പോൾ ഏറ്റവും ഹയസ്റ്റ് പൊസിഷണൽ വെയിറ്റ് വരുന്ന നമ്പറിന് നമുക്ക് MSP എന്ന് പറയാം. MSP. വാട്ട് ഈസ് മീൻ ബൈ MSP? MSP സ്റ്റാൻഡ് ഫോർ മോസ്റ്റ് സിഗ്നിഫിക്കന്റ് ബിറ്റ്. മോസ്റ്റ് സിഗ്നിഫിക്കന്റ് ബിറ്റ്. അപ്പൊ ഇതിന്റെ മോസ്റ്റ് സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ബിറ്റ് ഏതാണ്? 5 ആണ്. 5. അതിന്റെ പൊസിഷൻ നോക്കിയിട്ട്. ഇനി നോക്കൂ, ഇവിടുത്തെ ലീസ്റ്റ് സിഗ്നിഫിക്കന്റ് ബിറ്റ് LSB ഏതാണ്? ഏറ്റവും റൈറ്റ് മോസ്റ്റ് ഉള്ള ബിറ്റ്. റൈറ്റ് മോസ്റ്റ് ഉള്ള ബിറ്റിനെയാണ് ലീസ്റ്റ് സിഗ്നിഫിക്കന്റ് ബിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ലീസ്റ്റ് സിഗ്നിഫിക്കന്റ് ബിറ്റ് ഏതാണ്? ലീസ്റ്റ് സിഗ്നിഫിക്കന്റ് ബിറ്റ് ഈസ് 0.9. അതായത് ഏറ്റവും ലോവസ്റ്റ് പൊസിഷണൽ വെയിറ്റ് വരുന്ന സീക്വൻസ് 10⁻⁻1 ആണ്. അപ്പൊ ഈ 10⁻⁻1 കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന ഈ ഒരു പോയിന്റിനെ നമുക്ക് ലീസ്റ്റ് സിഗ്നിഫിക്കന്റ് ബിറ്റ് എന്ന് പറയാം. അപ്പൊ ഇങ്ങനെയാണ് നമ്മളൊരു ഡെസിമൽ നമ്പറിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. ഡെസിമൽ നമ്പർ മനസ്സിലായോ എല്ലാവർക്കും? വളരെ സിമ്പിൾ ആയിട്ട് നമുക്കിത് പഠിക്കാം. നമ്മൾ നോർമൽ എണ്ണൽ സംഖ്യകളാണ് നോർമലി എന്ത് പറയുന്നത്? ഡെസിമൽ നമ്പർ സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് നമ്പർ സിസ്റ്റത്തിനെ കുറിച്ച് പഠിക്കാം. ശ്രദ്ധിക്കണേ, നെക്സ്റ്റ് നമ്പർ സിസ്റ്റം ആണ് ബൈനറി നമ്പർ സിസ്റ്റം. നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണ് ബൈനറി നമ്പർ സിസ്റ്റം എന്നുള്ളത്, അല്ലെ? സോ ബൈനറി നമ്പർ സിസ്റ്റം ഈസ് എ റാഡിക്സ് 2 നമ്പർ സിസ്റ്റം. റാഡിക്സ് 2 അല്ലെങ്കിൽ ബേസ് 2 ആവുന്ന സിസ്റ്റത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബൈനറി നമ്പർ സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, സോ there are 2 different digits or symbols. These are 0 and 1. അപ്പൊ 2 ഡിഫറെന്റ് സിമ്പിൾസ് ഇവിടെ പോസിബിൾ ആണ്, 0ഉം 1ഉം, അല്ലെ? ഇനി നോക്കൂ, ദ ബൈനറി നമ്പർ സിസ്റ്റം ഈസ് എക്സ്പ്രസ്ഡ് ആസ് എ പവർ ഓഫ് 2. 2ന്റെ പവർ ആയിട്ട് നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. അപ്പൊ നമ്മൾ നേരത്തെ ഡെസിമൽ റെപ്രസെന്റ് ചെയ്തപ്പോ 10ന്റെ പവർ ആയിട്ടാണ് ഡെസിമൽ റെപ്രസെന്റ് ചെയ്തത്. അപ്പൊ ഈ ഒരു ബൈനറി നമ്പർ സിസ്റ്റത്തിന്റെ റാഡിക്സ് അല്ലെങ്കിൽ ബേസ് 2 ആയതുകൊണ്ട് നമുക്ക് ഇവിടെ 2ന്റെ പവർ ആയിട്ട് ഇതിനെ റെപ്രസെന്റ് ചെയ്യാം. ഇതാണ് ഇതിന്റെ ബേസിക് ലോജിക്. മനസ്സിലായല്ലോ? അപ്പൊ നമുക്ക് ഒരു എക്സാമ്പിൾ നോക്കാം. നമുക്കൊരു സിമ്പിൾ എക്സാമ്പിൾ നോക്കാം. സോ ലെറ്റ് us consider the example. The number is 10.1101. Suppose let us consider this is a binary number. ഈ നമ്പറിന്റെ ബേസ് അല്ലെങ്കിൽ റാഡിക്സ് എന്ന് പറയുന്നത് 2 ആണ്. ഓക്കെ, 1010.1101. അപ്പൊ നമുക്ക് ഈ നമ്പർ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? ഇതിന്റെ പൊസിഷണൽ വെയിറ്റ് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് റെപ്രസെന്റ് ചെയ്യാം. ഇതിന്റെ പൊസിഷണൽ വെയിറ്റ് എന്തായിരിക്കും? അപ്പൊ ഇതിന്റെ ഫ്രാക്ഷനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഫ്രാക്ഷനിൽ നിന്ന് ലെഫ്റ്റിലേക്ക് നമ്മൾ ഇതിന്റെ പൊസിഷണൽ വെയിറ്റ് എഴുതാം. ഇതൊരു ബൈനറി നമ്പർ സിസ്റ്റം ആയതുകൊണ്ട് ഇതിന്റെ പൊസിഷണൽ വെയിറ്റ് 2⁻0 ആണ്. ഇതിന്റെ പൊസിഷണൽ വെയിറ്റ് 2⁻1 ആണ്. ഇതിന്റെ പൊസിഷണൽ വെയിറ്റ് 2⁻2 ആണ്. ഇതിന്റെ പൊസിഷണൽ വെയിറ്റ് 2⁻3 ആണ്. ഇതിന്റെ പൊസിഷണൽ വെയിറ്റ് 2⁻−1 ആണ്. ഇതിന്റെ പൊസിഷണൽ വെയിറ്റ് 2⁻−2 ആണ്. ഇതിന്റെ പൊസിഷണൽ വെയിറ്റ് 2⁻−3. ഇത് 2⁻−4. ഇങ്ങനെയല്ലേ നമ്മൾ പൊസിഷണൽ വെയിറ്റ് റെപ്രസെന്റ് ചെയ്യാം. അപ്പൊ നിങ്ങൾ നോക്കൂ, 1 0 1 0 1 1 0 1. ഇതിലെ മോസ്റ്റ് സിഗ്നിഫിക്കന്റ് ബിറ്റ് ആയിട്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന ഈ ലെഫ്റ്റ് മോസ്റ്റിലെ 1 ആണ്. ഇതിനെ നമുക്ക് മോസ്റ്റ് സിഗ്നിഫിക്കന്റ് ബിറ്റ് എന്ന് പറയാം. മോസ്റ്റ് സിഗ്നിഫിക്കന്റ് ബിറ്റ്. ഇതിന്റെ റൈറ്റിലിരിക്കുന്ന ഈ നമ്പറിനെ നമുക്ക് പറയാം ലീസ്റ്റ് സിഗ്നിഫിക്കന്റ് ബിറ്റ്. ലീസ്റ്റ് സിഗ്നിഫിക്കന്റ് ബിറ്റ്. MSPയും LSPയും കറക്റ്റ് ആയിട്ട് അറിഞ്ഞിരിക്കാം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പൊ ഇതിന്റെ ആക്ച്വൽ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കാൻ നമ്മൾ നേരത്തെ ചെയ്ത പോലെ നമുക്ക് എന്ത് ചെയ്താൽ മതി? 1 × 2⁻³ പ്ലസ് 0 × 2⁻² പ്ലസ് 1 × 2⁻1 പ്ലസ് 0 × 2⁻0 പ്ലസ് 1 × 2⁻−1 പ്ലസ് 1 × 2⁻−2 പ്ലസ് 0 × 2⁻−3 പ്ലസ് 1 × 2⁻4 ചെയ്താൽ നമുക്ക് ഇതിന്റെ ആക്ച്വൽ വാല്യൂ കിട്ടും. അപ്പൊ നമുക്ക് കൺവേർഷൻ പറയുന്ന സമയത്ത് ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പൊ നമ്മളിപ്പോ 2 നമ്പർ സിസ്റ്റംസ് ആണ് പഠിച്ചത്. ഒന്ന്
ഡെസിമൽ നമ്പർ സിസ്റ്റം, ഒന്ന് എന്താണ് ബൈനറി നമ്പർ സിസ്റ്റം. രണ്ടും വളരെ ഡീപ്പായിട്ട് നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഒക്ടൽ നമ്പർ സിസ്റ്റം ആണ്. ഒക്ടൽ. അപ്പൊ എന്താണ് ഒക്ടൽ എന്ന് പറഞ്ഞാൽ? ഒക്ടൽ എന്നുള്ള വേർഡ് തന്നെ നമുക്കറിയാം. ഒക്ടൽ നമ്പർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ 8 ബേസ് വരുന്ന സിസ്റ്റംസ് ആയിരിക്കും ഒക്ടൽ നമ്പർ സിസ്റ്റം. 8. അപ്പോ ഒക്ടൽ നമ്പർ സിസ്റ്റം എന്ന് പറയുന്നത് ആക്ച്വലി റാഡിക്സ് 8 നമ്പർ സിസ്റ്റം ആണ്. റാഡിക്സ് 8. റാഡിക്സ് 8 എന്ന് പറഞ്ഞാൽ ഈ നമ്പർ സിസ്റ്റത്തിന്റെ ബേസ് എന്ന് പറയുന്നത് 8 ആയിരിക്കും. ഓക്കെ. അപ്പൊ 8 എന്ന് പറയുമ്പോ ഇവിടെ എത്ര പോസിബിലിറ്റീസ് ഉണ്ട് നിങ്ങൾക്ക് അറിയാം. അതായത് നമ്മൾ നമ്പേഴ്സ്, ദ ഒക്ടൽ നമ്പർ സിസ്റ്റം യൂസസ് ഫസ്റ്റ് 8 ഡിജിറ്റ്സ് ഓഫ് എ ഡെസിമൽ നമ്പർ. നമ്മൾ ഡെസിമൽ നമ്പറിലെ ആദ്യത്തെ 8 ഡിജിറ്റുകളാണ് നമ്മളിവിടെ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ എത്ര ബിറ്റുകൾ പോസിബിൾ ആണ്? 0 1 2 3 4 5 6 7. അപ്പോ 0 1 2 3 4 5 6 7. 7 കഴിഞ്ഞാൽ 8 ഇല്ല, 9 ഇല്ല. പിന്നെ വരുന്നത് 10 ആണ്. 10 11 12 അപ് ടു 17 വരെ. 18 ഇല്ല. പിന്നെ വരുന്നത് 20 21 22 അപ് ടു 27 ആണ്. അപ്പൊ ഒരിക്കലും നമുക്ക് 8 9 എന്നുള്ള രണ്ട് സീക്വൻസുകളോടെ വരില്ല. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഒക്ടൽ നമ്പർ സിസ്റ്റത്തിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട് ഒക്ടൽ നമ്പർ സിസ്റ്റത്തിന്, നമ്മൾ വഴിയെ പഠിക്കാം. അപ്പൊ നിങ്ങൾക്ക് ക്ലിയർ ആണല്ലോ. അപ്പോ ഒക്ടൽ നമ്പർ സിസ്റ്റം എന്ന് പറയുന്നത്, ദ ഒക്ടൽ നമ്പർ സിസ്റ്റം ഈസ് എക്സ്പ്രസ്ഡ് ആസ് എ പവർ ഓഫ് 8. 8ന്റെ പവറുകളായിട്ട് നമുക്ക് ഒക്ടൽ നമ്പർ സിസ്റ്റത്തിനെ റെപ്രസെന്റ് ചെയ്യാം. 8ന്റെ പവറുകളായിട്ട് നമുക്ക് ഒക്ടൽ നമ്പർ സിസ്റ്റത്തിനെ റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ. അപ്പൊ 8ന്റെ പവറുകളായിട്ട് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോ നോർമലി എടുക്കുന്ന നമ്പർ 567 എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ കിട്ടും? 567 എന്നുള്ള നമ്പറാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ നമുക്ക് 5 6 7 ആണെങ്കിൽ ഇവിടെ നമുക്ക് 8 പവർ 0 ആയിരിക്കും ഇതിന്റെ പവർ. ഇവിടെ നമുക്ക് 8 പവർ 1 ആയിരിക്കും. ഇവിടെ നമുക്ക് 8 പവർ 2 ആയിരിക്കും പവർ. അപ്പം എങ്ങനെയാണ് 567 കിട്ടുന്നത്? 5 into 8 raised to 2 plus 6 into 8 raised to 1 plus 7 into 8 raised to 0. അപ്പൊ ഈ രീതിയിലാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുക. അപ്പൊ ഞാൻ വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ നിങ്ങൾ നോക്കൂ, ഞാനിപ്പോ ഒക്ടലിൽ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു നമ്പർ എന്ന് പറയുന്നത്, ഒരു ഒക്ടൽ നമ്പർ എന്ന് പറയുന്നത് ഞാനിവിടെ റെപ്രസെന്റ് ചെയ്യാണ് 5432.137. ഇങ്ങനൊരു നമ്പറാണ് ഞാൻ നോർമലി റെപ്രസെന്റ് ചെയ്യുന്നത്. ഇതൊരു ഒക്ടൽ നമ്പർ ആയിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇതിന്റെ പൊസിഷണൽ വെയിറ്റുകൾ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? പറയാൻ പറ്റുമോ? ഇതിന്റെ പൊസിഷണൽ വെയിറ്റ് നമുക്ക് എഴുതാൻ പറ്റും. This is actually 8 raised to 0. This is 8 raised to 1. This is 8 raised to 2. This is 8 raised to 3. This is 8 raised to minus 1. This is 8 raised to minus 2. This is 8 raised to minus 3. അല്ലേ? ഇങ്ങനെയല്ലേ ഇതിന്റെ പൊസിഷണൽ വെയിറ്റുകൾ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്? യെസ്. അപ്പൊ ഇതാണ് നോർമലി ഒരു ഒക്ടൽ നമ്പർ സിസ്റ്റം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു ഇതിന്റെ ഫണ്ടമെന്റൽ ലോജിക്ക്. ഓക്കെ. ഇനി നോക്കൂ, ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റം ആണ് നമ്മുടെ നെക്സ്റ്റ് നമ്പർ സിസ്റ്റം. ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റം. സോ വാട്ട് ഈസ് ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റം? ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റം എന്ന് പറയുമ്പോൾ അതിന്റെ ബേസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 16 ആയിരിക്കും. 16 അല്ലെ? അപ്പൊ റാഡിക്സ് 16 നമ്പർ സിസ്റ്റത്തിനെയാണ് നമ്മൾ എന്ത് പറയാ? ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റം എന്ന് പറയുന്നത്. റാഡിക്സ് 16 അല്ലെങ്കിൽ ബേസ് 16 ആയിരിക്കും. അപ്പോ നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റം കൺസിസ്റ്റ് ഓഫ് 16 ഡിഫറെന്റ് സിംബൽസ് ഓർ നമ്പേഴ്സ്. അപ്പൊ ഏതാണ് 16 ഡിഫറെന്റ് സിംബൽസ് ഓർ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ? 0 1 2 3 4 5 6 7 8 9 ABCDEF അല്ലെ? അപ്പൊ എ എന്ന് പറഞ്ഞാൽ എന്തിനാ റെപ്രസെന്റ് ചെയ്യുന്നു? ആക്ച്വലി 10നെ റെപ്രസെന്റ് ചെയ്യുന്നു. ബി എന്ന് പറഞ്ഞാൽ 11, സി എന്ന് പറഞ്ഞാൽ 12, ഡി എന്ന് പറഞ്ഞാൽ 13, ഇ എന്ന് പറഞ്ഞാൽ 14, എഫ് എന്ന് പറഞ്ഞാൽ 15. നമ്മൾ ഡെസിമലിന്റെ സിസ്റ്റത്തെ കമ്പയർ ചെയ്ത് കേട്ടോ. അപ്പോ 0 1 2 3 4 5 6 7 8 9 ABCDEF. എഫ് കഴിഞ്ഞാൽ വീണ്ടും വരുന്ന നമ്പർ 10 11 12 13 14 15 16 17 18 19. പിന്നെ വരുന്നത് 1A 1B 1C 1D 1E 1F. ഇങ്ങനെയാണ് നമ്മൾ ഇതിന്റെ ഈ നമ്പറിനെ എണ്ണുന്നത് ഇങ്ങനെയാണ്. പിന്നെ എന്ത് വരും? 20 മുതൽ 2F വരെ. പിന്നെന്ത് വരും? 30 മുതൽ 3F വരെ. ഈ രീതിയിലാണ് ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റംസ് പോകുന്നത്. അപ്പൊ ഈ നമ്പർ സിസ്റ്റത്തിന്റെ പ്രത്യേകത, ഇവിടെ നമ്മൾ
നമ്പേഴ്സ് മാത്രമല്ല ഇംഗ്ലീഷ് ലെറ്റേഴ്സും യൂസ് ചെയ്തിട്ടാണ് ഒരു നമ്പർ സിസ്റ്റത്തിനെ പറയുന്നതെങ്കിൽ നമുക്കിതിനെ ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റം എന്ന് പറയാം. അപ്പൊ എല്ലാവർക്കും ഇതിന്റെ ഫണ്ടമെന്റൽ ലോജിക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ബേസിക്സ് ഓഫ് ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റം എല്ലാവർക്കും ക്ലിയർ അല്ലേ? ഇനി നമുക്ക് ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റത്തിന് ദ ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റം ഈസ് എക്സ്പ്രസ്ഡ് ആസ് എ പവർ ഓഫ് 16. 16ന്റെ പവറുകളായിട്ട് നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. 16ന്റെ പവറുകളായിട്ട് റെപ്രസെന്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു കോമൺ എക്സാമ്പിൾ നമ്മൾ പറയുന്നുണ്ട്. സോ നമ്മൾ എടുക്കുന്ന എക്സാമ്പിൾ 3FD. ദ ഗിവൺ ഒക്ടൽ അല്ല, ദ ഗിവൺ ഹെക്സാഡെസിമൽ. ദ ഗിവൺ ഹെക്സാഡെസിമൽ നമ്പർ ഈസ് 3FD ഈസ് എക്സ്പ്രസ്ഡ് ആസ് എ പവർ ഓഫ് 16. അപ്പൊ 3FD എന്നുള്ള നമ്പറിനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? 3 into 16 power 2 plus F into 16 power 1 plus D into 16 power 0. അപ്പൊ നമുക്ക് വേറൊരു എക്സാമ്പിൾ നോക്കാം. ഇപ്പൊ നമ്മൾ എടുക്കുന്ന ഹെക്സാഡെസിമൽ നമ്പർ എന്ന് പറയുന്നത് 3AF2.3BEF ആണെങ്കിൽ 3BED ആണെങ്കിൽ നമുക്ക് ഇതിന്റെ പൊസിഷണൽ വെയിറ്റ് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? സോ ലെറ്റ് us കൺസിഡർ ദിസ് കേസ്. സോ ദിസ് ഇസ് ദി ഹെക്സാഡെസിമൽ നമ്പർ. ഈ ഹെക്സാഡെസിമൽ നമ്പറിന്റെ പൊസിഷണൽ വെയിറ്റുകൾ നമ്മൾ പറയുമ്പോൾ ഇത് ഈ പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും അല്ലെ? ഈ പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇത് 16 പവർ 0 ആണ്, ഇത് 16 പവർ 1 ആണ്, ഇത് 16 പവർ 2 ആണ്, ഇത് 16 പവർ 3 ആണ്, 16 പവർ -1 ആണ്, 16 പവർ -2 ആണ്, 16 പവർ -3 ആണ്, 16 പവർ -4 ആണ്. ഇങ്ങനെയാണ് നമ്മൾ നോർമലി ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റത്തിൽ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ നമ്മളിപ്പോ 4 നമ്പർ സിസ്റ്റംസ് വളരെ ബ്രീഫായിട്ട് പഠിച്ചു. വളരെ ബ്രീഫായിട്ട് പഠിച്ചു എന്ന് പറഞ്ഞാൽ ഒന്ന് ഡെസിമൽ, ഒന്ന് ബൈനറി, ഒന്ന് ഒക്ടൽ, ഒന്ന് ഹെക്സാഡെസിമൽ. അപ്പോൾ 4ഉം വളരെ ബ്രീഫായിട്ട് പഠിച്ചു. ഇനി നമുക്ക് ഇതിന്റെ മ്യൂച്വൽ കൺവേർഷൻസ് ഒക്കെ പഠിക്കാനുണ്ട്. അപ്പൊ അതിന് മുമ്പായിട്ട് നമുക്കൊന്ന് കൺക്ലൂഡ് ചെയ്യാം. ഞാനിവിടെ ഒരു ടേബിൾ വരച്ചിട്ടുണ്ട്, എല്ലാവരും ശ്രദ്ധിക്കണേ. ഞാനിവിടെ ഒരു ടേബിൾ വരച്ചിട്ടുണ്ട്, നിങ്ങൾ കണ്ടോ? ഈ ടേബിൾ ആണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ഈ ടേബിളിന്റെ പ്രത്യേകത എന്താ? ഈ ടേബിൾ എന്ന് പറയുന്നത് ആദ്യം നമ്മൾ ഡെസിമൽ മാർക്ക് ചെയ്തിട്ടുണ്ട്, ഒക്ടൽ മാർക്ക് ചെയ്തിട്ടുണ്ട്, ഹെക്സാഡെസിമൽ മാർക്ക് ചെയ്തിട്ടുണ്ട്, ബൈനറി മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഈ ടേബിൾ നോർമലി നിങ്ങൾ കൺവേർഷൻസ് ഒക്കെ ചെയ്യുമ്പോൾ ഈ ടേബിൾ നിങ്ങൾക്ക് ശരിക്കും അറിയണം, ശരിക്കും പഠിച്ചാലേ നമുക്ക് ഈ ടേബിള് നമുക്ക് ഇതിൽ പ്രോബ്ലംസ് വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്പർ സിസ്റ്റത്തിൽ നിന്ന് നോർമലി പ്രോബ്ലംസ് ആണ് ചോദിക്കുക. പ്രോബ്ലംസ് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് ചെയ്യാൻ അറിയണമെങ്കിൽ ഈ ടേബിളും കറക്റ്റ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? പഠിക്കണം. അപ്പോ ആ ടേബിൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്തേ. ടേബിൾ അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് ലെഫ്റ്റ് മോസ്റ്റില് ഡെസിമൽ ഉണ്ട്. നമ്മൾ ഏത് തൊട്ട് ഏത് വരെയാണ് ഡെസിമൽ റെപ്രസെന്റ് ചെയ്ത് നോക്കിയേ. നമ്മൾ 0 തൊട്ട് 15 വരെയുള്ള നമ്പേഴ്സ് ഡെസിമൽ റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നോക്കൂ, ഇതിന്റെ ഒക്ടൽ വേർഷൻ എന്താണ്? 0 മുതൽ 7 വരെ, 0 മുതൽ 7 വരെ എന്താണോ ഡെസിമൽ അത് തന്നെയാണ് ഒക്ടൽ അല്ലെ? 0 മുതൽ 9 വരെ, 0 മുതൽ 7 വരെ ഡെസിമലും ഒക്ടലും സെയിം ആണ്. ഇനി നോക്കൂ, 8 എന്നുള്ള നമ്പറിന് 8 തൊട്ട് 15 വരെയുള്ള ഡെസിമൽ നമ്മൾ നോക്കുമ്പോൾ 8 പിന്നെ 7 കഴിഞ്ഞ അടുത്ത ഒക്ടൽ വരുന്ന എത്രയാണ്? 8 9 ഇല്ല, പിന്നെ 10 തൊട്ട് 17 വരെ. അതായത് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാം, 0 മുതൽ 7 വരെയുള്ള നമ്പേഴ്സിന്റെ ഒക്ടൽ ഈസ് ഈക്വലന്റ്, ഡെസിമൽ ആൻഡ് ഒക്ടൽസ് ആർ സെയിം. 8ന്റെ ഒക്ടലാണ് 10, 9ന്റെ ഒക്ടലാണ് 11, 10ന്റെ ഒക്ടലാണ് 12, 11ന്റെ ഒക്ടലാണ് 13, 12ന്റെ ഒക്ടലാണ് 14, 13ന്റെ ഒക്ടലാണ് 15, 14ന്റെ ഒക്ടലാണ് 16, 15ന്റെ ഒക്ടലാണ് 17. ഇനി അടുത്ത നമ്പർ വരുന്ന 16 ആയിരിക്കും. 16 വന്നാൽ നമുക്ക് ഇവിടെ 18 എന്ന് എഴുതാൻ പറ്റില്ല. അടുത്ത പോസിബിൾ ആവുന്ന ഒക്ടൽ 20 ആയിരിക്കും. 20 to 27, 30 to 37, 40 to 47. ആ ഓർഡറിലാണ് നമ്മൾ ഒക്ടലിനെ റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, എനിവേ നമ്മൾ ഇതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഹെക്സാഡെസിമൽ നോക്കിയേ. ഇതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഹെക്സാഡെസിമൽ നോക്കുമ്പോൾ 0 മുതൽ 9 വരെയുള്ള നമ്പേഴ്സ് സെയിം ആണ്. 0 0 1 1 2 2 3 3 4 4 5 5 6 6 7 7 8 8 9 9. 10 തൊട്ട് 15 വരെ
ഡെസിമലും ഹെക്സാഡെസിമലും ഡിഫറെന്റ് ആണ്. 10 എന്നുള്ള നമ്പറിന്റെ ഹെക്സാഡെസിമൽ എ ആണ്. 11 എന്നുള്ള നമ്പറിന്റെ ഹെക്സാഡെസിമൽ ബി ആണ്. 12ന്റെ ഹെക്സാഡെസിമൽ സി ആണ്. 13ന്റെ ഹെക്സാഡെസിമൽ ഡി ആണ്. 14ന്റെ ഹെക്സാഡെസിമൽ ഇ ആണ്. 15ന്റെ ഹെക്സാഡെസിമൽ എഫ് ആണ്. അപ്പോ 10 മുതൽ 15 വരെയുള്ള നമ്പേഴ്സിന്റെ ഹെക്സാഡെസിമൽ എ മുതൽ എഫ് വരെയാണ്. നമ്മൾ പറഞ്ഞല്ലോ. യെസ്. ഇനി നിങ്ങൾ നോക്കേണ്ടത് ഇതിന്റെ ബൈനറി ആണ്. ശരിക്കും നമ്മൾ ഇതിന്റെ ഡെസിമലിനെ ബൈനറി ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പഠിക്കും. അപ്പൊ ഇപ്പൊ ജസ്റ്റ് നമുക്ക് അതിന്റെ ബൈനറി ഒന്ന് അനലൈസ് ചെയ്യാം. അപ്പൊ ബൈനറി എനിക്ക് എത്ര ബിറ്റിൽ വേണമെങ്കിൽ റെപ്രസെന്റ് ചെയ്യാം. അപ്പൊ ഞാനിവിടെ റെപ്രസെന്റ് ചെയ്യുന്നത് 4 ബിറ്റ് ബൈനറി ആയിട്ടാണ് നമ്പറിന് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. 4 ബിറ്റ് ബൈനറി. അപ്പൊ നിങ്ങൾ അതിന്റെ ബൈനറി റെപ്രസെന്റേഷൻ ഒന്ന് ചെക്ക് ചെയ്തേ, കറക്റ്റ് ആയിട്ടൊന്ന് പരിശോധിച്ചേ. എങ്ങനെയാണ് ഇതിന്റെ ബൈനറി റെപ്രസെന്റേഷൻ വരുന്നത് നോക്കിയേ. ബൈനറി റെപ്രസെന്റേഷൻ എവിടുന്നാണ് സ്റ്റാർട്ട് ആവുന്നത്? ബൈനറി റെപ്രസെന്റേഷൻ സ്റ്റാർട്ട് ആവുന്നത് 0000യിലാണ്. ബൈനറി റെപ്രസെന്റേഷൻ എൻഡ് ആവുന്നതോ 1111ലാണ് അല്ലെ. അപ്പോ 0000ൽ തുടങ്ങി 1111ൽ അവസാനിക്കുന്ന രീതിയിലാണ് നമ്മൾ ബൈനറി നമ്പറിന്റെ പാറ്റേൺ വരച്ചിരിക്കുന്നത്. അപ്പോ നിങ്ങൾ ഇതിന്റെ പാറ്റേൺ ഒന്ന് ശ്രദ്ധിച്ചേ. 0000 0001 0010 0011 0100 0101 0110 0110 0111 1000 1001 1010 1011 1100 1101 1110 1111 ഇങ്ങനെയാണ് നമ്മുടെ സീക്വൻസ് വരുന്നത്. അപ്പൊ ഇത് എങ്ങനെ പഠിക്കുമെന്ന് നിങ്ങൾ ചിന്തിക്കേണ്ട. ഇത് നമ്മൾ ഓൾറെഡി ഇതിന്റെ കൺവേർഷൻസ് പഠിക്കും. ഇപ്പോ 10 എന്നുള്ള ഒരു ഡെസിമൽ തന്നിട്ട് അതിന്റെ ഇക്വാലന്റ് ബൈനറി എന്ന് പറഞ്ഞാൽ 1010 നമുക്ക് എങ്ങനെ കിട്ടുന്നു അത് നമ്മൾ പഠിക്കും. ഇപ്പൊ 14 എന്നുള്ള കറസ്പോണ്ടിങ് ഡെസിമൽ തന്നിട്ട് അതിന്റെ ഇക്വാലന്റ് ബൈനറി 1110 ആണെന്ന് നമ്മൾ ചെയ്ത് പഠിക്കും, പ്രാക്ടീസ് ചെയ്യും. അപ്പൊ അതിന് മുമ്പായിട്ട് നിങ്ങൾ 0 മുതൽ 15 വരെ നമ്പേഴ്സിന്റെ ബൈനറി നിർബന്ധമായിട്ടും എല്ലാവരും പഠിച്ചിരിക്കണം. എങ്കിലും നമുക്ക് ഇതിന്റെ പ്രോബ്ലംസ്. അപ്പൊ ഇത് എങ്ങനെ പഠിക്കുന്നു നിങ്ങൾ കൺഫ്യൂഷൻ ആവണ്ട. നമുക്കിവിടെ മൊത്തം 16 സീക്വൻസുകളാണുള്ളത് 0 മുതൽ 15 വരെ. അപ്പോ ഇതിന്റെ ലെഫ്റ്റ് മോസ്റ്റിൽ നിന്ന് ഇതൊരു റിലേഷൻഷിപ്പിലാണ് നമ്മളിവിടെ എഴുതിയിരിക്കുന്നത്. ആദ്യം കണ്ടോ, ആദ്യം ഇവിടെ 8 സീറോസ് വരുന്നുണ്ട്. 8 സീറോസ് അല്ലെ. പിന്നെ എനിക്ക് 8 1 വരുന്നുണ്ട്. അപ്പൊ 8081 ഇതാണ് എന്റെ ആദ്യത്തെ സീക്വൻസ്. 8081. പിന്നെ നിങ്ങൾ ഇതിന്റെ പാറ്റേൺ കണ്ടോ. പിന്നെ എനിക്ക് വരുന്നത് 4 സീറോസ് ആണ്. 4 സീറോസും 4 1ഉം കണ്ടോ. പിന്നെ എനിക്ക് വരുന്നത് വീണ്ടും 4 സീറോസ് ആണ്, 4 1 ആണ് അല്ലെ. അപ്പോ 8081 4041 4041. പിന്നെ എനിക്ക് വരുന്നതോ 00 അല്ലെ. 2 0 2 1 2 0 2 1 00 11 00 11 അല്ലെ. ലാസ്റ്റ് സീക്വൻസ് നമ്മൾ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി 01 01 01 01 01 01 01 01. അപ്പൊ എങ്ങനെ ഇതിന്റെ പാറ്റേൺ പഠിക്കേണ്ടത്? 8081 4041 4041 2021 2021 2021 2021 01 01 01 01 01 01 01 01. ഈ ഓർഡർ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് 0 മുതൽ 15 വരെ നമ്പേഴ്സിന്റെ ഫുൾ ബൈനറി റെപ്രസെന്റേഷൻ നമ്മൾ പഠിച്ചു. ഓക്കെ. അപ്പൊ ഇത് എങ്ങനെ കിട്ടുന്നു എന്നൊക്കെ ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളെ പഠിപ്പിക്കാം. അപ്പൊ ഈ ടേബിൾ എല്ലാവരും നമ്മൾ ഒരു ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് പഠിക്കുന്ന എല്ലാ സ്റ്റുഡൻസും നിർബന്ധമായിട്ടും നമ്മൾ വരച്ചിരിക്കുന്ന ഈ ടേബിള് പഠിച്ചിരിക്കണം. അപ്പൊ ടേബിൾ നിങ്ങളൊന്ന് അനലൈസ് ചെയ്തോളൂ. ടേബിൾ നിങ്ങൾ കറക്റ്റ് ആയിട്ട് അനലൈസ് ചെയ്തോളൂ. എന്താണ് ടേബിളിന്റെ പ്രത്യേകത? ഡെസിമൽ, ബൈനറി, ഒക്ടൽ, ഹെക്സാഡെസിമൽ എല്ലാം നമ്മൾ റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മളിവിടെ എഴുതിയിട്ടുണ്ട് അല്ലേ.
അപ്പോൾ 0 മുതൽ 15 വരെയുള്ള നമ്പേഴ്സ് നിങ്ങൾ നിർബന്ധമായിട്ട് പഠിച്ചിരിക്കണം. അതിന്റെ പാറ്റേൺ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മൾ ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണ്? നമ്മളിപ്പോ നമ്പർ സിസ്റ്റം എന്താണെന്ന് വളരെ ഡീപ്പായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു അല്ലെ. നമ്പർ സിസ്റ്റം ഡിഫറെന്റ് നമ്പർ സിസ്റ്റംസ് നമ്മൾ പഠിച്ചു. അപ്പോൾ നമ്മൾ ആദ്യം പഠിച്ചത് എന്താണ് നമ്പർ സിസ്റ്റം എന്ന് ഡിഫൈൻ ചെയ്തു അല്ലെ. നമ്പർ സിസ്റ്റത്തിന്റെ ഡെഫിനിഷന് ശേഷം നമ്മൾ എന്ത് പഠിച്ചു? നമ്മൾ ഓരോ നമ്പർ സിസ്റ്റം ആയിട്ട് 1 by 1 ആയിട്ട് പഠിച്ചു. ആദ്യം നമ്മൾ പഠിച്ച ഡെസിമൽ നമ്പർ സിസ്റ്റം, അതിനെങ്ങനെ റെപ്രസെന്റ് ചെയ്യാന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ പറഞ്ഞത് ബൈനറി നമ്പർ സിസ്റ്റം, അതിനെങ്ങനെ റെപ്രസെന്റ് ചെയ്യാന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ ഒക്ടൽ നമ്പർ സിസ്റ്റം പഠിച്ചു, അതിനെങ്ങനെ റെപ്രസെന്റ് ചെയ്യാന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റം പറഞ്ഞു, അതിനെങ്ങനെ റെപ്രസെന്റ് ചെയ്യാന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഈ ബൈനറി, ഒക്ടല്, ഹെക്സാഡെസിമല്, ഡെസിമൽ ഇതിന്റെ ടേബിള് നമ്മൾ പഠിച്ചു. ഓക്കെ, അപ്പൊ നമുക്കിനി നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കാനുള്ളത് നമ്പർ സിസ്റ്റം കൺവേർഷൻസ് ആണ്. നമ്പർ സിസ്റ്റം കൺവേർഷൻസ് എന്ന് പറയുമ്പോൾ എങ്ങനെ ബൈനറിയെ ഡെസിമൽ ആക്കാം, ബൈനറിയെ ഒക്ടൽ ആക്കാം. അപ്പൊ നമുക്ക് മ്യൂച്വൽ കൺവേർഷൻസ് പഠിക്കാനുണ്ടാവും. അതായത് മ്യൂച്വൽ കൺവേർഷൻസ് പറഞ്ഞാൽ ഇപ്പൊ ഡെസിമൽ ആണ് എന്റെ ഇൻപുട്ട്, ഡെസിമലിനെ ഒക്ടൽ ആക്കണം, ഡെസിമലിനെ ഹെക്സാഡെസിമൽ ആക്കണം, ഡെസിമലിനെ ബൈനറി ആക്കണം. എന്ത് മെത്തേഡ് നമ്മൾ എംപ്ലോയ് ചെയ്യും? അതുപോലെ തന്നെ ബൈനറി ആണ് നമ്മുടെ ഇൻപുട്ട്, ബൈനറിയെ ഡെസിമൽ ആക്കണം, ബൈനറിയെ ഒക്ടൽ ആക്കണം, ബൈനറിയെ ഹെക്സാഡെസിമൽ ആക്കണം. എന്ത് മെത്തഡോളജി യൂസ് ചെയ്യും? അടുത്തത് ഒക്ടലിനെ ഡെസിമൽ ആക്കണം, ഒക്ടലിനെ ഹെക്സാഡെസിമൽ ആക്കണം, ഒക്ടലിനെ ബൈനറി ആക്കണം. ലാസ്റ്റ് മെത്തേഡ് ഹെക്സാഡെസിമലിനെ ബൈനറി ആക്കണം, ഹെക്സാഡെസിമലിനെ ഒക്ടൽ ആക്കണം, ഹെക്സാഡെസിമലിനെ ഡെസിമൽ ആക്കണം. അപ്പൊ ഇത്രയും കൺവേർഷൻസ് പഠിക്കാനുണ്ട്. ഇത് കുറേ ഒന്നുമില്ല, വളരെ ഈസി മെത്തഡോളജി വഴി നമുക്ക് ഈ കൺവേർഷൻസ് പഠിക്കാം. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നിന്ന് കൺവേർഷൻസ് സ്റ്റാർട്ട് ചെയ്യാം. കൺവേർഷൻസ് ഒരു ക്ലാസ് കൊണ്ട് കംപ്ലീറ്റ് ആവില്ല, 2 ക്ലാസ് എടുത്തിട്ട് നമുക്ക് ഫുൾ കൺവേർഷൻസ് എന്ത് ചെയ്യാം, കംപ്ലീറ്റ് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ? ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് എന്ന സബ്ജക്ട് വളരെ ഈസിയാണ്. ഇതിൽ നിന്ന് പ്രോബ്ലംസ് ആണ് ചോദിക്കുക. അപ്പൊ കറക്റ്റ് അനലൈസ് ചെയ്തിട്ട് നിങ്ങൾക്ക് കൺവേർഷൻസ് ചെയ്യാൻ പറ്റണം. ഓക്കെ, അപ്പൊ ബാക്കി ടോപ്പിക്സ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു സോ മച്ച്.